ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ചോർസുവിലേക്കാണ്. ചോർസു അല്ലെങ്കിൽ ചോർസു ബസാർ എന്ന് നമ്മൾ ഉസ്ബെക്കിൽ പറയും. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലുതും പിന്നെ ഏറ്റവും പഴയതുമായിട്ടുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് കേട്ടോ ചോർസു ബസാർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോവല്ലേ, അപ്പോൾ കുറച്ച് ലോക്കൽ ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പഴയ മാർക്കറ്റാന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ കാർഡ് എടുക്കില്ല ഗൈസ്, നമുക്ക് സോം തന്നെ വേണം. ഉസ്ബെക്കിസ്ഥാനിലെ കറൻസിനെയാണ് കേട്ടോ നമ്മൾ സോം എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കലുണ്ട്, ഈ ഒരു സമയമൊക്കെ ആയില്ലേ ഇവർക്ക് ഈ കാർഡ് യൂസ് ചെയ്യേണ്ട മെക്കാനിസം ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിക്കൂടെ എന്നൊക്കെ ഞാൻ ചിന്തിക്കാം. നമ്മളിപ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഷോപ്പിങ്സ് ഒക്കെ ചെയ്യാനുണ്ട് ഇവിടുന്ന്. പിന്നെ നാട്ടിലേക്ക് കുറച്ച് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ അതിനാണ് അറിയപ്പെടുന്നത് തന്നെ. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡ്രസ്സസ്, ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസ്, മോഡേൺ ഡ്രസ്സസ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ട്രഡീഷണലി ലൈക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ചോർസു എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫിക്സഡ് പ്രൈസ് അല്ല, ഇവർക്ക് പ്രൈസ് ടാഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് ഇവർ തോന്നിയ വില അങ്ങോട്ട് പറയും. അപ്പം നമ്മൾ നല്ല പോലെ ബാർഗെയിൻ ചെയ്യാൻ പഠിക്കും. ഇപ്രാവശ്യം ചോർസൂൽ പോയ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല പോലെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും പോയത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യത്തെ ബാർഗെയിൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ മയക്കം ഇങ്ങോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രായമായിട്ടുള്ള ഒരാളാണ് ഒരു ഷോപ്പിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദറിന് എന്താ ഉസ്ബെക്കിൽ പറയുക എന്നുള്ളത് നമ്മൾ പഠിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് അയാൾ ആ പേര് വിളിച്ച് ഞങ്ങൾ സോപ്പ് ഇട്ടിട്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ സംസാരിച്ച് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കീ ചെയിൻ കണ്ടോ, ഇതാണ് സോംസ. സോംസയുടെ കീ ചെയിനാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേറെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളുടെ കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി എന്ന് തോന്നിപ്പോയി. ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോർസൂന്റെ സ്പെഷ്യാലിറ്റി ആണ് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഡോം. ഇതിന്റെ ഒരു പ്രോപ്പർ പിക്ചർ ഞാൻ വേണമെങ്കിൽ മേലെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ശരിക്കും വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു. ഈ ഡോമിന്റെ ഉള്ളിൽ നമുക്ക് കൂടുതലും മീറ്റ്സും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളാട്ടോ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങാൻ വന്നതുകൊണ്ട് തന്നെ അത് വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.